മഴ തോരും മുൻപേ സീരിയലിൽ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്ന് അലീനയെ ബാലചന്ദ്രൻ തൻ്റെ സ്വന്തം അച്ഛനെ ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ചു വന്ന വൈജയ്ക്ക് ആ വീട്ടിലെ ഓരോ ദിവസവും കടന്നു പോകുന്നത് അലീനയെക്കുറിച്ചുള്ള ചിന്തകളിൽ കൂടെയായിരുന്നു. തൻ്റെ സ്വന്തം മകളാണ് അലീന എന്ന വാർത്ത അറിഞ്ഞ വൈജയ്ക്ക് പിന്നീട് അലീനയെ ഒരു നോക്കെങ്കിലും കാണാൻ വളരെ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ ഒരു നോക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും താൻ കാണാൻ സമ്മതിച്ചിരുന്നില്ല. കാരണം അലീന എന്നൊരാൾ ആ വൈജയ്ക്കെപ്പോഴും ഒരു ശത്രുവിൻ്റെ സ്ഥാനത്തായിരുന്നു. കുറഞ്ഞ കാലയളവിൽ മാത്രമായിരുന്നു അലീനയുടെ ജീവിതം നെടുമ്പുരയ്ക്കൽ വീട്ടിലെങ്കിൽ അതുകൊണ്ട് മാത്രം ആ സമയത്തൊന്നും അലീനയെ കാണാൻ വൈജ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ അലീനയെ ആ വീട്ടിൽ നിന്നും മാറ്റുവാനുള്ള ശ്രമത്തിലായിരുന്നു അന്നൊക്കെ വൈജ. അലീനയെ ബാലചന്ദ്രനുമായി കൂട്ടിപ്പറഞ്ഞ് എന്തൊക്കെ മോശം സംസാരങ്ങളാണ് ഞാൻ പറഞ്ഞതെന്നാലോചിച്ച് വൈജ ഇപ്പോൾ ഓരോ ദിവസവും വിതുമ്പുകയാണ്. ഒരു ശത്രുവിനോട് പോലും ഇത്രയ്ക്കും ക്രൂരത ആരും ചെയ്തിട്ടുണ്ടാകില്ല. അത്രയ്ക്കും ക്രൂരതകൾ ഞാൻ അലീനയോട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അലീന തൻ്റെ മകളാണെന്ന് തനിക്കറിയില്ലായിരുന്നു. അലീനയുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോലും മാറി നിന്നവളായിരുന്നു വൈജ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്ത വല്ലാത്ത മനപ്രയാസമാണ് വൈജയ്ക്ക് ഓരോ ദിവസവും. അതുകൊണ്ടുതന്നെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയ വൈജ മറ്റുള്ളവരോടുള്ള സംസാരമാകെ കുറഞ്ഞുകൊണ്ടിരുന്നു. ബബിതയുടെയും രോഹിത്തിൻ്റെയും കൃഷ്ണമോളുടെയും എല്ലാം മുഖത്ത് നോക്കി സംസാരിക്കാൻ എന്തോ ഒരു ചമ്മല് പോലെയായിരുന്നു പിന്നീട് വൈജയ്ക്ക്. കാരണം അവരുടെയൊക്കെ അമ്മ വിവാഹത്തിന് മുന്ന് അത്രയ്ക്കും മോശമൊരു സ്ത്രീയായിരുന്നുവെന്ന് തൻ്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയത് കൊണ്ട് തന്നെ തൻ്റെ മക്കളുടെ മുഖത്ത് നോക്കി ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനുള്ള ആ യോഗ്യത പോലും വൈജയ്ക്കില്ലാണ്ടായി. സ്നേഹിച്ച പുരുഷനൊത്ത് ജീവിച്ചിരുന്ന എനിക്ക് ഒരു കുഞ്ഞുണ്ടായ കഥ പോലും എൻ്റെ മക്കൾ അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് അവർക്കൊരു തെറ്റുപറ്റിക്കഴിഞ്ഞാൽ തിരുത്താൻ സാധിക്കുക? അവരെൻ്റെ മുഖത്ത് നോക്കി ചോദിക്കില്ലേ, അമ്മയ്ക്ക് എന്ത് അധികാരമുണ്ട് എന്നോട് ഈ സംസാരിക്കാനെന്നൊക്കെ? അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഏതൊരമ്മയ്ക്കായാലും പിന്നെ സംസാരിക്കാൻ കഴിയുമോ മക്കളോട്? പിന്നീട് ഒരിക്കലും അവരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയുമോ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യചിഹ്നങ്ങൾക്ക് മുന്നിലായിരുന്നു വൈജ. അലീന നെടുമ്പുരയ്ക്കൽ വീട്ടിൽ വന്നു കയറിയതിനു ശേഷം അലീന ആരാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിഞ്ഞു. അതിൽ പിന്നെ ഒരിക്കലും വൈജയെ തൻ്റെ സ്വന്തം ഭാര്യയായി കണക്കാക്കിയിട്ടില്ല ബാലചന്ദ്രൻ. ബാലചന്ദ്രൻ്റെ ആ നിലപാട് ഇപ്പോഴും അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടു തന്നെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നിന്നും അലീന കൊട്ടാരമറ്റത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോയതിനു ശേഷവും ബാലചന്ദ്രന് വൈജയോടുള്ള ആ നിലപാട് അതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലതവണ വൈജ ബാലചന്ദ്രനോട് അങ്ങോട്ട് പോയി മിണ്ടാൻ ശ്രമിച്ചുവെങ്കിലും ബാലചന്ദ്രൻ അത് വൈജയെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ ബാലചന്ദ്രൻ്റെ ആ നിലപാട് ശരിയാണെന്നാണ് വൈജയ്ക്കും മനസ്സിലായത്. കാരണം ഏതൊരു ഭർത്താക്കന്മാരായാലും ഇതുപോലെ തന്നെയല്ലേ ചെയ്യുക? കാരണം സ്വന്തം ഭാര്യയ്ക്ക് വിവാഹത്തിന് മുന്ന് ഒരു കുഞ്ഞുണ്ടായ കഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താക്കന്മാരും ഇതുപോലെ തന്നെയല്ലേ പ്രതികരിക്കുക? അതുകൊണ്ട് തന്നെ ഒരിക്കലും ബാലചന്ദ്രനെ തിരുത്തുവാനോ ശാസിക്കുവാനോ ഒരിക്കലും വൈജ പിന്നീട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അലീന ആ വീട്ടിൽ നിന്ന് പോയപ്പോൾ ബാലചന്ദ്രന് വല്ലാത്തൊരു മനപ്രയാസമാണ് ഉണ്ടായിരുന്നത്. കാരണം അലീന തൻ്റെ ഭാര്യയ്ക്ക് വിവാഹത്തിന് മുന്നുണ്ടായ കുഞ്ഞാണെന്നറിഞ്ഞിട്ടും അലീന എന്തോ ബാലചന്ദ്രന് അത്രയ്ക്കും പ്രിയപ്പെട്ടവളായി മാറിയിരുന്നു. പക്ഷേ അലീനക്ക് തൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ ജീവിക്കണമെന്നത് അവളുടെ അവകാശമാണ്. അതുകൊണ്ടു തന്നെ ബാലചന്ദ്രൻ അവളുടെ ആ ആഗ്രഹത്തിന് കൂട്ടുനിന്നു. ആ വീട്ടിൽ രോഹിത്തും കൃഷ്ണമോളും ബബിതയുമായിട്ടെ അലീന ചേച്ചിയെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. തമ്മിൽ മിണ്ടാതെയും അലീന ആ വീട്ടിലുള്ള കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും
അതിൽ സന്തോഷം കണ്ടെത്തുകയുമാണ് പിന്നീട് അവർ ചെയ്തിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് അലീനയെ ഫോണിൽ വിളിക്കുകയും അവിടുത്തെ വിശേഷങ്ങൾ അറിയുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെയായിരുന്നു വൈജയ്ക്ക് മനസ്സിലൊരു ആശയം ഉദിച്ചത്. തൻ്റെ മകളെ കാണാൻ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ പോവുക എന്നതായിരുന്നു മനസ്സിൽ വന്ന ആശയം. അതു പക്ഷേ ഈ വീട്ടിൽ മറ്റൊരാളും അറിയാതെയായിരിക്കണം എന്നുള്ളത് വൈജയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ മകളെ ഒരു നോക്കെങ്കിലും ഒന്ന് കാണണമെന്നും ക്ഷമ ചോദിക്കണമെന്നും കാലുപിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചായിരുന്നു വൈജ ആ തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനു മുന്നായി സ്റ്റാൻലി ജോസഫിൻ്റെ വീട് വൈജയ്ക്കറിയില്ലല്ലോ. അതു പക്ഷേ ബാലചന്ദ്രൻ അറിയാം. അത് തനിക്കൊരിക്കലും ബാലചന്ദ്രനോട് ചോദിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ആരോട് ചോദിക്കുമെന്നായി വൈജയുടെ ചിന്ത. ആ ആലോചനയ്ക്ക് ശേഷം തൻ്റെ ഗംഗേട്ടനോട് തന്നെ എല്ലാ വിവരവും ചോദിക്കാമെന്ന് തീരുമാനിച്ചു വൈജ. താൻ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ പോകുന്നതും അലീനയെ കാണാൻ പോകുന്ന വിവരങ്ങളൊന്നും തൻ്റെ മക്കളും അറിയരുതെന്നുള്ള ചിന്തയിൽ ആ റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടായിരുന്നു ഗംഗേട്ടനോട് വൈജ സംസാരിച്ചത്. ഫോണെടുത്ത് വൈജയോട് വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ. ഏട്ടാ, ഇവിടെ എന്തു വിശേഷം പറയാനാ? ഞാനിവിടെ ഒരൊറ്റപ്പെട്ട സ്ഥിതിയിലാണ്. കാരണം ആരോടും എനിക്കൊന്നും അങ്ങോട്ടേക്ക് പറയാൻ കഴിയുന്നില്ല. ഒന്നും മുഖത്ത് നോക്കിയൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. എൻ്റെ മക്കൾക്കും ആ ഒരു അവസ്ഥ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ അമ്മയെ അത്രയ്ക്കും മോശം സ്ത്രീയായിട്ടായിരിക്കും അവരിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് സംസാരിക്കാനും അവർക്ക് താല്പര്യമുണ്ടാവില്ല. എന്തോ ഒരു ഒറ്റപ്പെടലാണ് അതുകൊണ്ട് എനിക്ക്. ബാലചന്ദ്രൻ പിന്നെ അതിനുശേഷം എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ നാളെത്രയായി? അതെനിക്കിപ്പോൾ ഒരു ശീലമായി കഴിഞ്ഞു. പക്ഷേ ഒന്ന് ചീത്ത പറയാനാണെങ്കിലും തല്ലുപിടിക്കാനാണെങ്കിൽ പോലും എൻ്റെ മക്കളോട് ഞാനൊരു വാക്കെങ്കിലും സംസാരിക്കാതെ ആയപ്പോൾ അവർക്ക് പോലും അതൊരു വേദനയായി തോന്നുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് എന്നോട് സംസാരിച്ചൂടെ അവർക്ക്? അതൊക്കെ പയ്യെ ശരിയാവും വൈജയ്, നീ വിഷമിക്കാതിരിക്കെന്ന് പറഞ്ഞ് ഗംഗാധരൻ വൈജയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് താമസം എടുക്കും. കാരണം എന്തൊക്കെ തന്നെയായാലും അവരുടെ അമ്മയല്ലേ നീ. ആ ഒരു വേദന അവർക്ക് എന്നും ഉണ്ടാകില്ലേ? അവർ ഒരിക്കലും നിന്നെ ആ ഒരു രീതിയിൽ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. നിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു തെറ്റ് വന്നെന്ന് അവർക്കത് ഉൾക്കൊള്ളാൻ കുറച്ച് കാലയളവ് എന്തായാലും എടുക്കും പഴയതുപോലെയാകാൻ. അത് നീയും കുറച്ചൊന്ന് കാത്തിരിക്കെന്ന് പറഞ്ഞ് ഗംഗാധരൻ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചായി ചർച്ച. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഗംഗേട്ടാ, ഞാൻ കൂടുതലും വിളിച്ചത് മറ്റൊരു കാര്യം പറയാനായിരുന്നു. എന്താ വൈജേ, നീ പറ. ഗംഗേട്ടൻ അറിയാലോ, അലീന ഈ വീട്ടിലുള്ള കാലയളവിൽ ഞാൻ ഒരിക്കലും അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടി, ആ നിലപാടിൽ മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ശത്രുവിനോട് പെരുമാറുന്നതിനും അപ്പുറമാണ് ഞാൻ അലീനയോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അവൾ എന്നെ പലതവണ സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ പോലും ഞാൻ അകറ്റി നിർത്തിയിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അലീന ഞാൻ ആരാണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കൊരു നോക്ക് അവളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അത് പിന്നെ നിന്നോട് എത്ര തവണ ഞങ്ങളെല്ലാവരും മാറി പറഞ്ഞു നീ അലീനയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന്. അപ്പോഴൊക്കെ നീ ബാലചന്ദ്രൻ്റെ പേര് പറഞ്ഞ് എന്തൊക്കെ നുണക്കഥകളാണ് ഞങ്ങളോട് പറഞ്ഞത്. അതൊക്കെ ഇപ്പോൾ നീ ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നുണ്ട് അല്ലേ? അതെ ഗംഗേട്ടാ, എനിക്കത് വല്ലാത്ത മനപ്രയാസമുണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ മകളെ ഇത്രയും കാലം ഞാൻ ഒരു നോക്കുപോലും കാണാതിരുന്നിട്ട് അവൾ എന്നെ തേടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടും ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തൊരമ്മയാണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അലീനയോട് എത്രയൊക്കെ മാപ്പ് പറഞ്ഞാലും അതിനു പകരമാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ അത് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് വല്ലാത്ത പ്രയാസമായി മാറുകയാണ്. അലീന ഒരിക്കലും ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വൈജ,
അലീനയെ കാണാൻ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് പോകുമെന്നറിയുന്ന ഗംഗേട്ടന് വല്ലാതെ ഷോക്കാവുകയാണ്. നീ എന്തൊക്കെ വിവരക്കേടാണ് വൈജെ പറയുന്നത്? നിനക്ക് പറയുന്നതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? നീ എന്ത് ധൈര്യത്തിലാണ് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോകുന്നത്? അതൊന്നും എനിക്കറിയില്ല ഗംഗേട്ട, പക്ഷേ എനിക്ക് അലീനയെ കണ്ടേ പറ്റൂ. ശരി, നീ അലീനയെ കാണാൻ പൊക്കോ. പക്ഷേ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലേട്ട് നീ എന്ത് ധൈര്യത്തിലാണ് കയറി പോകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്റ്റാൻലി ജോസഫിനെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാലോ അവൻ്റെ സ്വഭാവം. ഒരു പട്ടാള ചിന്താഗതിക്കാരനാണ് സ്റ്റാൻലി. ഇപ്പോൾ മുന്നും പിന്നും നോക്കാതെയുള്ള പ്രവൃത്തികളാണ് ഇപ്പോഴും സ്റ്റാൻലി ജോസഫിൻ്റെ ഭാഗത്തുള്ളത്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആലോചിക്കാനേ വയ്യ. ഗംഗേട്ട, ഞാനതിന് സ്റ്റാൻലിയെ കാണാനല്ലല്ലോ പോകുന്നത്, എൻ്റെ മകളെ കാണാനല്ലേ. അതെൻ്റെ അവകാശമല്ലേ ഗംഗേട്ട? എന്ത് അവകാശമെന്നാ വൈജെ നീ പറയുന്നത്? അവളെ ഇത്രയും വേദനിപ്പിച്ച നീ തന്നെയാണോ ഈ പറയുന്നത്? 21 വർഷം അനാഥാലയത്തിൽ ജീവിച്ചു. അതിനുശേഷം അങ്ങോട്ടേക്ക് കയറി വന്ന അവളെ ഒരു നിമിഷമെങ്കിലും സമാധാനം നീ കൊടുത്തിട്ടുണ്ടോ? വെറുപ്പിൻ്റെ അങ്ങേ അറ്റം വരെ നീ ആ പാവത്തിനെ വേദനിപ്പിച്ചില്ലേ വൈജെ? നിനക്കിപ്പോൾ അലീനയെ കണ്ട് മാപ്പ് പറയണം അല്ലേ? ഗംഗാധരൻ്റെ വാക്കുകൾക്കൊന്നും മറുപടി കൊടുക്കാൻ വൈജയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആ പിഴവ് ഒരിക്കലും തിരുത്താൻ പറ്റാത്തത് തന്നെയാണ്. ശരിയാ ഗംഗേട്ട, ഗംഗേട്ടൻ പറയുന്നതൊക്കെ ശരിയാ. കാരണം അത്രയ്ക്കും ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കാരണം അലീന ഈ വീട്ടിൽ വന്ന് കയറി അവളുടെ പ്രവൃത്തികളൊക്കെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഈ വീട് കുട്ടിച്ചോറാക്കാൻ വന്ന ഒരു പിശാചാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അവൾ അങ്ങനെയൊക്കെയായിരുന്നു എന്നെ വേദനിപ്പിച്ചത്. എൻ്റെ മക്കളെയും ബാലചന്ദ്രനെയുമെല്ലാം എന്നിൽ നിന്ന് അകറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചത് മറ്റു പല കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്തെ എൻ്റെ ചിന്താഗതി വെച്ച് അവളോട് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട്. എത്ര മാപ്പ് പറഞ്ഞാലും അതിന് പകരമാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഏട്ടന്മാർക്കെങ്കിലും ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ അലീന ആരാണെന്നുള്ള സത്യം? അങ്ങനെയെങ്കിൽ ഇത്രയ്ക്കും പ്രശ്നങ്ങൾ ഞാൻ ഉണ്ടാക്കുമോ? അന്നെല്ലാം നിങ്ങളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നിന്നോട് മിണ്ടാതിരിക്കുക, അത് നിൻ്റെ മകളാണെന്നുള്ള സത്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ മകളെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് ഇവിടെ തന്നെ നിർത്തില്ലായിരുന്നോ? എന്നോട് ശത്രുത അലീനയ്ക്കുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ മകളായി തന്നെ അവളെ കണ്ട് സ്നേഹിക്കില്ലേ? എൻ്റെ 3 മക്കൾക്കൊപ്പം അലീനയെയും എൻ്റെ മൂത്ത മകളായി ഞാൻ സ്നേഹിച്ച് ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നില്ലേ ഗംഗേട്ട? പിന്നെ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ എനിക്കൊരു മകളുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അച്ഛൻ ആ കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ പറഞ്ഞിരുന്നത്? ഒരു വിവാഹം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ എല്ലാവരെയും ഇഷ്ടപ്രകാരമല്ലേ ഞാൻ ബാലചന്ദ്രന് തലകുനിച്ചു കൊടുത്തത്. അന്നേ എന്നോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ വിവാഹവും നടക്കില്ലായിരുന്നു. മറിച്ച് അലീനയും ഒത്ത് മറ്റെവിടെയെങ്കിലും പോയി ഞാൻ താമസിച്ചേനെ. ഈ കഴിഞ്ഞ 21 കൊല്ലം ഞാനറിയാതെ എൻ്റെ മകളൊരു അനാഥാലയത്തിൽ ആരുമില്ലാതെ ജീവിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പോലും കഴിയുന്നില്ല. ബാലചന്ദ്രനുമായി വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യം കുറച്ചു നാളൊക്കെ ഈ വിഷമം എന്നിലുണ്ടെങ്കിൽ പോലും പിന്നീട് ഞാനതെല്ലാം മറന്ന് ബാലചന്ദ്രനുമായി നല്ലൊരു ഭാര്യയും മക്കളുടെ നല്ലൊരു അമ്മയുമായി ജീവിച്ചിരുന്നതല്ലേ. ഞാനിവിടെ നല്ല സന്തോഷവതിയായി ജീവിച്ചിരുന്നപ്പോൾ എൻ്റെ മകൾ ആ അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വിശന്നിരുന്നിരുന്നതല്ലേ എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വലിയൊരു കല്ല് നെഞ്ചിലിരിക്കുന്നത് പോലെയാണ് ഗംഗേട്ട തോന്നുന്നത്. എൻ്റെ ആ നെഞ്ചിലെ ഭാരം ഇറങ്ങണമെങ്കിൽ എനിക്ക് അലീനയെ നേരിട്ട് കണ്ട് എൻ്റെ മകളെ ഒന്ന് താലോലിക്കണം. ഈ കഴിഞ്ഞ 21 വർഷം അവളെ വേദനിപ്പിച്ചതിന് കാല് പിടിച്ചെനിക്ക് മാപ്പ് പറയണം ഗംഗേട്ട. അത് പറ്റില്ല എന്ന് ഇനി പറയരുത് ഗംഗേട്ടൻ. എനിക്കതിനൊരു വഴി നിങ്ങൾ ഉണ്ടാക്കി തന്നേ പറ്റൂ. വൈജ ഗംഗാധരൻ്റെ കാലു പിടിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ
ഗംഗാധരന് മറുത്തൊന്നും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എത്രയൊക്കെയാണെങ്കിലും സ്വന്തം മകളെ കാണണമെന്ന് അവൾക്കും ഉണ്ടാകില്ല ആഗ്രഹം. പൂർണ്ണമായും അവളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. കാരണം ഇത്രയും നാള് അവൾക്കൊരു മകളുള്ള കാര്യം അവൾ പോലും അറിഞ്ഞിരുന്നില്ല. അവസാന നിമിഷം വൈജ അറിഞ്ഞപ്പോൾ ആവട്ടെ അലീന എന്നേക്കുമായി ആ വീട്ടിൽ നിന്ന് പോയിരുന്നു. വൈജെ, നീ വിഷമിക്കാതിരിക്ക്. അലീനയെ കാണാൻ എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കാം. എന്തായാലും നീ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് ഇപ്പോൾ പോകണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞ് വൈജയെ സമാധാനിപ്പിച്ച് ഗംഗാധരൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഗംഗാധരൻ അപ്പോൾ തന്നെ തൻ്റെ അനിയനായ ശിവനെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനായി ഗംഗാധരൻ ശിവൻ്റെ ഫോണിലോട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാമെന്ന് വിചാരിക്കുന്നു. ശിവ, ഞാനൊരു കാര്യം പറയാം. കുറച്ച് നേരത്തെ വൈജ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ തുടങ്ങിയോ ഗംഗേട്ടാ എന്ന് ശിവൻ ചോദിക്കുന്നുണ്ട്. എടാ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല. വൈജയ്ക്ക് അലീനയെ കാണണമെന്നാണ് പറയുന്നത്. അവൾക്ക് എത്രയും വേഗം അലീന ആ വീട്ടിൽ നിന്ന് പോവാനായിരുന്നില്ലേ ആഗ്രഹം? ഇപ്പോൾ അലീനയെ കാണണമെന്നോ? ഇവൾക്ക് എന്താ തലക്ക് വല്ല ഭ്രാന്തായോ? എടാ, വൈജ അലീന ആരാണെന്നുള്ള സത്യമൊക്കെ അറിഞ്ഞു. വൈജയ്ക്ക് അതാ കൂടുതലും അലീനയെ കാണണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത്. അവൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ വൈജയ്ക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ ഗംഗേട്ടാ? അതേടാ, അവൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. കാരണം എത്ര കാലമായി അവളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കാൻ സാധിക്കുന്നത്? എന്നായാലും ഇതൊക്കെ അറിയേണ്ടതല്ലേ? അപ്പോൾ കുറച്ച് നേരത്തെ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നമ്മളറിഞ്ഞ സമയത്തു തന്നെ വൈജയെയും ഈ സത്യങ്ങൾ അറിയിക്കാമെന്നായിരുന്നു. ബാലചന്ദ്രൻ അന്ന് എൻ്റെ വീട്ടിലോട്ട് വന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ വൈജയെ വിളിച്ച് എല്ലാതും പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇത്രയ്ക്കും പ്രശ്നങ്ങളൊന്നും ആ വീട്ടിലുണ്ടാകില്ലായിരുന്നു. ഇപ്പോൾ എന്തായി? ഒരുപാട് പ്രശ്നങ്ങളുമായി അലീന ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി പോവുകയും ചെയ്തു. എന്നാൽ വൈജ ഇപ്പോൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം തൻ്റെ മകളെ സ്വന്തം ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണ് അവൾ. പക്ഷേ അതെങ്ങനെ ശരിയാവും ഗംഗേട്ട? കാരണം അലീന ഇപ്പോൾ ഉള്ളത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലല്ലേ? അതാണടാ മെയിനായിട്ടുള്ള കാര്യം. കാരണം സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് നമ്മൾ എങ്ങനെയാണ് വൈജയെ വിടുന്നത്? സ്റ്റാൻലി ജോസഫിന് വൈജയോട് എന്തെങ്കിലും വൈരാഗ്യങ്ങളോ ദേഷ്യവുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അവൾ ആ വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവനുണ്ടാക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. ഒന്നാമതേ സ്റ്റാൻലി ജോസഫിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരൻ്റെ സ്വഭാവം തന്നെയാണ്. ഒരുപാട് ചിന്താഗതിയും ഒരു വഷള സ്വഭാവമുള്ള ഒരാളാണ് സ്റ്റാൻലി ജോസഫ്. അവനോട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ നമ്മൾ 100 തവണ ആലോചിക്കേണ്ടി വരും. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളടുത്തേക്ക് നമ്മൾ എങ്ങനെയാണ് ഗംഗേട്ട വൈജയെ ഒറ്റയ്ക്ക് അയക്കുന്നത്? അവളോടപ്പോൾ ഏട്ടൻ പറഞ്ഞില്ലേ അലീനയെ കാണാൻ പറ്റില്ല എന്ന്? ഞാനത് ഒരുപാട് പറഞ്ഞു നോക്കിയടാ ശിവ. അവളോട് ഞാൻ പറഞ്ഞു. കാരണം ഒരുപാട് നാൾ ആ വീട്ടിലുണ്ടായിട്ടും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവൾ ഇപ്പോൾ എന്തിനാ അലീനയെ കാണാൻ പോകുന്നതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവളുടെ സ്വന്തം മകളോട് ഒന്ന് കാല് പിടിച്ച് മാപ്പ് പറയണമെന്നൊക്കെയാണ് വൈജ പറയുന്നത്. ആ വീട്ടിൽ നിന്ന് ബാലചന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റാൻലി ജോസഫിൻ്റെ വീടൊന്നും അറിയാൻ വൈജയ്ക്ക് സാധിക്കില്ല എന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് എന്നെ വിളിച്ച് സ്റ്റാൻലി ജോസഫിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചത്. പക്ഷേ വീടെവിടെയാണെന്നും ഇപ്പോൾ പോകണ്ടെന്നുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടനപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ വീട് എവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവളോട്? ഇല്ലടാ, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവൾക്ക് എപ്പോഴാണ് ഒരു ചിന്ത വരണേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അത് നടപ്പാക്കണമെന്ന് അവളുടെ ആഗ്രഹം, അവളുടെ സ്വഭാവമൊക്കെ നിനക്കറിയാവുന്നതല്ലേ നല്ലതുപോലെ. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. എങ്ങാനും വല്ല തോന്നൽ തോന്നി അവൾ ആരോടും പറയാതെ കാറെടുത്ത് സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് എങ്ങാനും പോയാലോ എന്ന് പേടിച്ചാ ഞാൻ അവൻ്റെ വീടൊന്നും പറയാഞ്ഞത്. അതൊരു കണക്കിന് നന്നായി ഏട്ടാ.
എന്തായാലും സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ട് പോയി അലീനയെ കാണുന്ന കാര്യം അവളോട് മറന്നേക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനു പകരം ഒരു ദിവസം അലീനയെ ഇങ്ങോട്ടേക്കെങ്ങാനും കൊണ്ടുവന്നാലോ? അത് ഗംഗേട്ടാ, സ്റ്റാൻലി ജോസഫ് അതിനൊക്കെ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാ ഞാനും ആലോചിക്കുന്നത്. പിന്നെ അലീനയെ ഒന്ന് പുറത്തിറക്കാനൊന്നും സ്റ്റാൻലിയോട് ചോദിക്കാതെ അലീന ഒന്നും ചെയ്യുകയുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്നാ ഞാനും ആലോചിക്കുന്നത്. ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? നീ പറ. നമുക്ക് മനുവിനെ വെച്ചൊരു കളി കളിച്ചാലോ? മനു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അലീന അതുപോലെ തന്നെ ചെയ്യും. മനുവിനെ കൊണ്ട് തന്നെ നമുക്ക് സ്റ്റാൻലി ജോസഫിനെ കൊണ്ട് ചോദിപ്പിക്കാം. അങ്ങനെ ഒരു ദിവസം ആ വീട്ടിൽ നിന്നൊന്ന് മാറി നമുക്ക് അലീനയെ മാറ്റിയാൽ വൈജയ്ക്ക് അലീനയുമായി സംസാരിക്കാനുള്ളൊരു സൗകര്യം നമുക്കൊരുക്കി കൊടുക്കാം. അതൊരു നല്ല ഐഡിയയാണല്ലോ എന്ന് ശിവനോട് ഗംഗാധരൻ പറയുന്നുണ്ട്. അതൊരു കൈ നോക്കാം. നീ എന്തായാലും മനുവിനെ വിളിച്ചൊന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഗംഗാധരൻ ശിവനെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നുണ്ട്. ശരിയേട്ടാ, മനുവിനോട് ഞാനതെല്ലാം പറഞ്ഞ് ഗംഗേട്ടനെ അങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. വൈജയ്ക്ക് തൻ്റെ സ്വന്തം മകളായ അലീനയെ നേരിട്ട് കാണാനും മാപ്പ് പറയാനുമൊക്കെ സാധിക്കുമോ എന്ന് നമുക്ക് വഴിയേ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.